എല്ലാവരും രാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ്, മറ്റേത് അങ്ങനെ ആളുടെ പേര് VS മിസ്റ്റർ ആദിത്യാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഈ ജനായത്ത ഭരണത്തില്. അല്ലാതെ ഇവർക്കാർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മഹിമയോ അല്ലെങ്കിൽ വേറെ പദവിയോ ഒന്നും അവകാശപ്പെടാനില്ല. ഇവര് വരുന്ന സമയത്താണ് ഇവർക്ക് പ്രവേശിക്കുന്ന വഴിയിലൂടെ പ്രവേശിക്കാവുന്ന ഏതൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മാത്രമാണ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ കടന്ന് ചെല്ലാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഗ്രീൻ ചാനൽ, ഒരു ഗ്രീൻ ചാനൽ. അപ്പൊ അതല്ലേ നോക്കേണ്ടത്. അത് നോക്കണം. അത് മാത്രമല്ല, അവിടുത്തെ CCTV ക്യാമറകൾക്ക് പലതും കേടുവരുത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു വലിയൊരു സമ്പത്താണ്, ഇത് നാടിന് അവകാശപ്പെട്ടതാണ്, അതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് ആരും അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. ശരിക്കുള്ള പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ എവിടെ നിന്നുള്ള ആൾക്കാരെയാണെങ്കിലും കൊണ്ടുവന്നിട്ട് ന്യായപ്രകാരം അത് വിചാരണ ചെയ്യേണ്ട ഒരു കേസാണ്. അതിൽ നമ്മളിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ നമുക്ക് പലതും ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് വിവരങ്ങളുണ്ടായിരുന്നു, കൂടുതൽ വിവരങ്ങളുണ്ടായിരുന്നു. അതൊന്നുമല്ല. ഇത് ഭയങ്കര ഒരു നിഗൂഢമായ ഒരു ഏർപ്പാടാണ്. ആ നിഗൂഢമായ ഏർപ്പാടായതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അറിയപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പുറത്തു വരണം. ഈ നിലവറകളെല്ലാം, ഈ ഗൂഢതയുടെ നിലവറകളെല്ലാം തുറന്നു കിടക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. അതാണ് ആവശ്യം.